ഗുഡ് മോർണിംഗ് മിസ്റ്റർ മേനോൻ. മേനല്ലേ ഇവിടെ? എണീറ്റിട്ടില്ല. ഇത്ര സമയമായിട്ട് എണീറ്റില്ലെന്നോ? പൃഷ്ഠത്തിൽ വെയിൽ വരുന്നവരെ കിടന്നുറങ്ങുക. പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉണ്ടാവുന്നവരോട് പറഞ്ഞേക്ക്. എന്റെ ഗുഡ് മോർണിംഗ് പറഞ്ഞേക്ക് കേട്ടോ. നീ ഇവിടെ പുറത്തുനിന്ന് വലിയേക്ക. നിന്റെ കൊന്തറമ്പല്ല് മനുഷ്യരാരെങ്കിലും കാണൂലേ? പോയകത്ത്. കൃഷ്ണൻകുട്ടി ഇല്ലേ ഇവിടെ? എണീറ്റില്ല. ഉറക്കവാ. ഉറങ്ങാൻ. ഹലോ വിനോദ്. സാറൊന്ന് ലേറ്റ് ആണല്ലോ. I am little late today, but I appreciate your punctuality. You should join the military. ഞാൻ ഏർപ്പാട് ചെയ്തത്. സാറിന് വേറെ ഒന്നും പറയാനില്ലേ? വരും, നടക്കാം. എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഞാനില്ല, അല്ലെങ്കിൽ തന്നെ നടന്നു നടന്ന് കാലിന്റെ ഉപ്പൂറ്റ് തേഞ്ഞിരിക്കുക. അല്ല, ഞാൻ അറിയാൻ വയ്യാച്ചിട്ട് ചോദിക്കുക, സാർ എന്തിനാ ഈ രാവിലെ ഇറങ്ങി നടക്കുന്നത്? ടു കീപ് മൈസെൽഫ് യങ്. എന്റെ ചെറുപ്പം കാത്തു സൂക്ഷിക്കാൻ. ഇനി എന്തോന്ന് കാത്തു സൂക്ഷിക്കാൻ? ഒന്നും ഇല്ലല്ലോ. തന്റെ പ്രായത്തിൽ തനിക്ക് തമാശ. എന്റെ പ്രായമാവുമ്പോ തന്നെ മഷിയിട്ട് നോക്കിയാൽ ഈ ഭൂമുഖത്ത് കാണില്ല. അറിയാമോ? ചെറുപ്പകാലത്ത് തന്നെ കളിച്ചു തീർക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം ഭൗജിവായി. അല്ലാതെ ചെറുപ്പം ഇതുപോലെ വലിച്ചു നീട്ടിക്കൊണ്ട് നടന്നിട്ട് എന്ത് കേടാനാ? ഗുഡ് മോർണിംഗ് വക്കീൽ സാർ. ഗുഡ് മോർണിംഗ്. താൻ എന്താ പറഞ്ഞു? കൊച്ചുമേ, ഗ്രേസ് കൊച്ചുമേ. വിനോദിന് ലേറ്റ് ആണല്ലോ. ഞാനോ? മണി 7 നടിച്ചപ്പോ ഞാൻ ഇവിടെ എത്തിയതാ. ഇത്ര നേരം ഞാൻ ഗ്രൗണ്ട് ചെയ്തു. അപ്പച്ചനൊന്ന് പോയി കിട്ടണ്ടേ കൊച്ചമ്മേ? അപ്പച്ചൻ പോയി ലേറ്റായി, ഞാനും ലേറ്റായി. ഇത്ര പേടിയാണോ അപ്പച്ചന്? പേടിച്ചിട്ടൊന്നുമല്ല, സദാസമയവും ഞാൻ ഇവിടെ ആണല്ലോ എന്നൊരു ധാരണ അപ്പച്ചന് വേണ്ടല്ലോ എന്ന് കരുതിയ. കണ്ണ് ഇതുവരെ കുളിച്ചില്ല അണ്ണാ? ഇല്ല. നീ ആയാലും കുളിയൊക്കെ കഴിഞ്ഞാലേ ആ ബൈക്ക് ഒന്ന് കഴുകി വെക്കേ. അപ്പോഴേക്ക് ഞാൻ പോയി കുളിച്ചിട്ട് വരാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് അപ്പോ ഇറച്ചിക്കറി കഴിക്കാം. എനിക്ക് ഭക്ഷണം തരുന്ന എന്നെ കൊണ്ട് അടിമപ്പണി ചെയ്യാം. ഓസിങ്ങന്ന് ഞാൻ വെറും ഓസായി പോയതുകൊണ്ടല്ലേ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. ഇരിക്കണ്ട. അത്ര സമയം ആയിട്ടില്ല മോളെ. ഇനി 20 മിനിറ്റ് ഉണ്ട് എഞ്ചിനീയറിംഗ് കോളേജ് ബസ് വരെ. എഞ്ചിനീയറിംഗ് കോളേജ് ബസ്സോ? അതന്നെ, എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു പൂവാലിനുമായിട്ട് ഇവക്കൊരു ലൈൻ. അതിനാ ഞങ്ങളെ നേരത്തെ കെട്ടിയെടുത്തോണ്ട് പോകുന്നത്. ചുമ്മാ പറയും. കഴുത്തിലെല്ലാം ഇട്ടോണ്ട് പോ. ആ എല്ലാം താനുമല്ല, ഒറ്റ അടി വെച്ചെന്നാലുണ്ടല്ലോ. അച്ഛൻ എന്തിനാച്ചാ മാല? അച്ഛന്റെ വൈജയന്തി മാലയല്ലയോ ഈ നിൽക്കുന്നു. ഇവളുടെ കാര്യം. അറിയോ, ഇങ്ങനെ നടന്നാ മതിയോ? പിന്നെ എന്നാ വേണം? അച്ഛൻ പറ. എന്നാ നമ്മുടെ പെങ്ങളെ കെട്ടുന്നേ? ഇന്ന് റെഡി, ഇപ്പൊ റെഡി. ഇപ്പൊ കെട്ടിയ ഞാൻ തനിക്ക് കൂടെ ചെലവ് പറയേണ്ടി വരത്തില്ല. അത് വേണ്ടി വരും. അത് വേണ്ട, അത് വേണ്ടാന്നുള്ള നടപടിയാ നമുക്ക് ആവശ്യം. പിന്നെ ഉഴപ്പരുത്, ഇത്തവണ ഫസ്റ്റ് ക്ലാസ് വാങ്ങിക്കണം. ഇവളെ കെട്ടിച്ചിട്ട് വേണം. ഷോ, എനിക്ക് ഒരുപാട് പരിപാടികളുണ്ട്. ആളെ വരുന്ന പോലീസാക്കല്ലേ വിനോദേ. കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്നുണ്ടല്ലോ. അണ്ണന്റെ കൂടെ കൂടിയ ശേഷം എന്റെ വിശപ്പിന് ഒരു ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. പോട്ടെ. ഓക്കെ. എന്തിനാ എണ്ണ വരുന്നില്ലേ? ഇറങ്ങാൻ പറഞ്ഞ ഇറങ്ങിയാ മതി. വാഴ ഒന്നും അടിക്കണ്ട. കേറാൻ. അണ്ണൻ ഞാൻ അണ്ണാ, ഇത് വേണോ? കരാട്ടെ ചെയ്യാമോ കൂവിയത്? ഞാനല്ല. പിന്നെ ആരാ കൂവിയത്? പോരാ. ആ പറയാമേ. കൂവാങ്കി പിന്നെ പറഞ്ഞാലെന്നാ? മോനെ എവിടെയാ പഠിക്കുന്നത്? അപ്പൊ മോന് പോവാ. മോനോ? സെക്കൻഡ് പീരീഡ്. ഈ കൂവല്ലേ ആദ്യത്തെ 1 കൊല്ലം കൂവാ. അടുത്ത കൊല്ലം കൂവിയ ജീവിതകാലം മുഴുവൻ കൂവിപ്പോ. ഈ കൊച്ചേട്ടൻ പോട്ടെ. ബെല്ലടിക്കുമ്പം ക്ലാസ്സിൽ പോണം കേട്ടോ. ചേച്ചി പാടാൻ സമ്മതിച്ചിട്ടുണ്ട്. സണ്ണിച്ചൻ അക്കൗണ്ട്. പെർക്കഷൻ ഞാൻ നോക്കാം. ഒരു വയൽ, ഒരു റിതം ഗിറ്റാർ. ഓർക്കസ്ട്ര കുറച്ച് മതി. ഉള്ളത് വെച്ച് നമുക്കൊന്ന് പൊലിപ്പിക്കാം. ബൈ ബൈ. തലയിൽ എന്താ ഇരിക്കുന്നു? എന്ത്? കുടിയെ. ഇത്രയും മതിയായിരുന്നോ?
രണ്ടുപേരും കൂടെ തുണി അഴിച്ചിട്ട് ഒരു ക്യാമറ നടത്താത്തത് എല്ലാരും കാണുമല്ലോ, നാണമില്ല. സണ്ണിച്ച ഇന്ന് വൈകിട്ട് റിഹേഴ്സൽ തുടങ്ങാന്നാ വിചാരിക്കുന്നത്. ദേവി പാടുമല്ലോ, നമുക്ക് താരയെ കൊണ്ട് ഒരു ഇംഗ്ലീഷ് പാട്ട് കൂടെ എന്റെ അമ്മച്ചി അതുകൂടെ ഞാൻ കാണണമല്ലോ. താര ഇംഗ്ലീഷ് പാട്ട് പാടും. ദേവി വന്നല്ലോ, നമുക്ക് നോക്കാം. സാറിന്റെ അടുത്താ പറഞ്ഞേ. ഏന്നല്ല, നമുക്ക് നോക്കാന്ന്. അയാൾ പാടിക്കഴിഞ്ഞിട്ട് മതി. നിങ്ങൾ ഒരുമിച്ച് പാടേണ്ട ഡ്യൂറ്റാ അകലെ അകലെ എന്നുള്ള പാട്ട്. മെയിൻ വോയിസ് ഹാർമോണിയത്തിൽ വായിച്ചാൽ മതി. എനിക്ക് കൂടെ പാടാൻ ബുദ്ധിമുട്ടാ. എന്താ ചേച്ചി പറയുന്നത്? ഡ്യൂറ്റ് ഒരുമിച്ച് പാടി നോക്കണ്ടേ? ഹാർമോണിയത്തിൽ വായിച്ചാൽ എങ്ങനെയാ? സ്റ്റേജ് പാടിയാ പോരെ, ഇവിടെ പാടണമെന്നുണ്ടോ? എന്താ എന്താ ദേവി പാടത്തെ. നിങ്ങൾ പാടിക്കഴിഞ്ഞിട്ട് മതി. വേണ്ട. ചായ 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 വേണ്ട. ചായ വേണ്ട. ചായ ചായ അമ്മ ചായ കൊടുക്കടാ. ഒരു ചായ പ്ലീസ് വെയിറ്റ്. വെറുതെ എന്നെ ഇതിനകത്തൊന്നും വലിച്ചടിക്കണ്ടായിരുന്നു. ദേവി എന്താ വിചാരിച്ച്? എനിക്കെന്താ ദേവിയോട് പാടാൻ കൊതിയാ? ഞാൻ വളരെ സെൻസിറ്റീവ് ആണ്, എനിക്കറിയാലോ. എല്ലാവർക്കും ഓരോരോ മൂഡ്സ് ഉണ്ട്. ചായ 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 നോ ചായ, നോ ചായ. എന്താണ് പ്രശ്നം? ചേച്ചി എന്തോ പറഞ്ഞു. അതൊരു വട്ട് കേസല്ലേ, കളയലിയാ. വന്നല്ലോ. ഓ, തുടങ്ങിയോ? നന്നായി പാടും ദേവി അല്ലേ? അകലേ അകലേ നീലാകാശം നാലഞ്ച് മലയാളം പാട്ട് കേട്ട് കഴിഞ്ഞ് ഒരു ഇംഗ്ലീഷ് പാട്ട് കേൾക്കുന്ന സുഖമാ. ടേപ്പ് റെക്കോർഡിൽ നിന്ന് കേൾക്കാൻ സുഖമാണ്. ഏയ് നന്നായിരിക്കും താര. അയ്യോ, എന്നെ അങ്ങ് ദത്തെടുക്കും അമ്പി സാർ. എന്തിനാ, ഇഷ്ടമുള്ളത് കഴിച്ചാ പോരെ. നന്ദൻ എവിടെ? നന്ദൻ നന്ദൻ ഞാൻ ഇറങ്ങാം സാർ. അല്ല, ഭക്ഷണം കഴിക്കാതെ ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം. അത് പറ്റില്ല, ഇന്ന് ഇവിടുന്ന് കഴിച്ചേ പറ്റൂ. വൈ നന്ദൻ? എല്ലാവരും കഴിക്കുമ്പോ നന്ദൻ മാത്രം കഴിക്കാതെ പോകുന്നത് ശരിയാണോ? അല്ല താര, ഒരുമിച്ച് പാടേണ്ട പാട്ട് ഒരു തവണ പോലും റിഹേഴ്സൽ നോക്കാൻ ഇവിടെ ചിലർക്ക് ബുദ്ധിമുട്ടാ. പിന്നെ എങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ? കഴിക്കണേ വന്നിരുന്ന് കഴിക്കണം. കൂടുതൽ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. സംസാരിക്കണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോളാം. നന്ദൻ എന്താ ഇത്? ഇല്ല സാർ, ഒരുപാട് സഹിച്ചു. ഇറ്റ്സ് ടു മച്ച്. എന്റെ പഠിത്തം കളഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ റിഹേഴ്സൽ വരുന്നത്. ഇവിടെ വന്ന ചിലരുടെ മട്ടും ഭാവം കണ്ടാലോ, എല്ലാം തേഞ്ഞ് അവർ മാത്രമേ ഉള്ളൂ. ആ ഭാവം നിങ്ങൾക്കാ. തർക്കുത്തരം പറയണമെങ്കിലേ അവൻ എന്റെ വീട്ടിൽ പോയി പറയണം. അതിന് നിങ്ങൾ ഒത്താശയൊന്നും വേണ്ട. ചേച്ചി ഉണ്ടായിരുന്നല്ലോ. ഈ എല്ലാവരെയും കാണുമ്പോൾ എന്നെ കാണരുത് കേട്ടോ. എന്താ ഇത്? ഇത്രയേ ഉള്ളൂ.